പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ പ്രസംഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും ഒക്കെ തെറി വിളിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗം. നമുക്ക് ചില ഭാഗങ്ങളൊന്ന് കാണാം. യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ. ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയത് ഇവിടുത്തെ കത്തോലിക്കർ ഓർത്തഡോക്സുകാരാണ്. യേശുവിന്റെ അമ്മയെ വൃത്തികേടാക്കിയത് ഞങ്ങളാ അവരെ വിശുദ്ധയാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വീഡിയോയിൽ കാണുകയാണ് ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ പെരുന്നാളുകളെ പരിഹസിച്ചുകൊണ്ട്, ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ചുകൊണ്ട്, പിന്നെ ദേവാലയ നിർമ്മാണത്തെ പരിഹസിച്ചുകൊണ്ട്, പരിശുദ്ധ കന്യാമറിയത്തെ പരിഹസിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ സുവിശേഷ പ്രസംഗം? ഇദ്ദേഹം നടത്തിയത് ഒരു സുവിശേഷ പ്രസംഗമാണെന്നാണ് പറയുന്നത്. സുവിശേഷമാണോ പ്രസംഗിച്ചത്? കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും തെറി വിളിക്കുക എന്നുള്ളതാണോ സുവിശേഷ പ്രസംഗം? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ മറ്റു മതത്തിലുള്ളവരെ ഇതുപോലെ ആഭാസം പറയുന്നത് കൊണ്ടല്ലേ മറ്റു മതത്തിലുള്ളവർ ക്രിസ്ത്യാനികളെ വെറുക്കാനിടയായത്? ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്മസ് കരോളിനെതിരെ ആക്രമണം ഉണ്ടായി, സുവിശേഷ പ്രഘോഷണത്തിനെതിരെ ആക്രമണം ഉണ്ടായി, ബൈബിൾ വായിച്ചതിന് ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ആക്രമിക്കുവാനുള്ളൊരു ഹേതു സുവിശേഷ പ്രസംഗം എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ വിളമ്പുന്നത് കൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്ന കത്തോലിക്കരും മിഷണറിമാരും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം പീഡനം അനുഭവിക്കേണ്ട ഗതികേടുണ്ടാവുന്നത് നാം കാണുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഈ പെന്തക്കോസ്ത് പാസ്റ്റർ പ്രസംഗിച്ചത് ആരുടെ സുവിശേഷ പ്രസംഗം ആൾക്ക് പറഞ്ഞിട്ട് പോയാൽ പോരെ? അത് പോരാ. കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും തെറി വിളിച്ചാൽ മാത്രമേ ആളുടെ സുവിശേഷ പ്രഘോഷണം പൂർത്തിയാവുള്ളൂ. ഇത് കണ്ടുകൊണ്ട് നമുക്കുണ്ടാവുന്ന വേദന എന്താണോ അതുപോലെ തന്നെയല്ലേ ഇദ്ദേഹം മറ്റു മതത്തിലുള്ളവരെ ഇതേപോലെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താ? ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഡുണ്ടുണ്ടും ബി പി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു. കരോളിനൊക്കെ ഈ പറയുന്നത് ഒരു ബന്ധുസ്ഥ പാസ്റ്ററായി പറയുന്നു. ആൾക്കത് സഹിക്കുന്നില്ല, ക്രിസ്മസ് ആഘോഷം സഹിക്കുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കുന്നത് സൂര്യദേവന്റെ ജനനത്തെ ക്രിസ്ത്യാനികൾ കടമെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ബന്ധുസ്ഥകാരനാണ്. ഇന്ന് പല ബന്ധുസ്ഥരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയണമെങ്കിൽ നാഗാലാൻഡിലൊക്കെ ഡിസംബർ മാസം മുഴുവൻ ക്രിസ്മസ് ആഘോഷമാണ്. അവിടെ ഇത് ആഘോഷിക്കുന്നത് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം, നാഗാലാൻഡിന്റെ ദേശീയോത്സവം പോലെയാണ് ക്രിസ്മസ് ആഘോഷം. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ഇവർ നടത്തുന്ന തെറ്റായ രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണ ശൈലിയെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങളെ ആരും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന യഥാർത്ഥ മിഷണറിമാരും യഥാർത്ഥ സിസ്റ്റേഴ്സും യഥാർത്ഥ വൈദികരും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കും. ഇദ്ദേഹം പറയാണ്, യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നത്. കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ഒന്നും യേശുവിന്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയുക. എന്നിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും വണങ്ങുന്ന പരിശുദ്ധ കന്യകാമറിയം പിശാചാണെന്ന് പറയാനാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് പാസ്റ്റർ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തെ മറിയ എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മക്കളിൽ, പെൺമക്കളിൽ എത്ര പേർക്ക് നിങ്ങൾ മരിയ എന്ന പേര് ഇടുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ബൈബിളിലെ സകല പെണ്ണുങ്ങളുടെ പേര് അവരിടും. റൂത്ത്, സാറ, ഹാഗർ, റേച്ചൽ, റാഹേൽ, സൂസന്ന ഒക്കെ ഇടും. മരിയ എന്നുള്ള പദം മാത്രം ഇവരുടെ മക്കളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിങ്ങൾ യേശുവിന്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. ഇനി ദേവത്തിന്റെ വിഷമം, നമ്മൾ ദേവാലയം പണിയുന്നു,
8 കോടി 10 കോടി ദേവാലയം പണിയുന്ന വിഷമാണ്. ഏതെങ്കിലും പെന്തക്കോസ്തുകാരെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണോ കത്തോലിക്കർ ദേവാലയം പണിയുന്നത്? ആളുകൾ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് അവരുടെ ദശാംശം എടുത്തുകൊണ്ട് 5ഉം 10ഉം വർഷം എടുത്തുകൊണ്ട് ദേവാലയം പണി അവസാനിപ്പിക്കുമ്പോൾ അത് 8ഉം 10ഉം കോടിയായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജെറുസലേം ദേവാലയം പണിയെടുപ്പിക്കാൻ വേണ്ടി സോളമൻ രാജാവ് അവരുടെ ഏറ്റവും സമ്പത്തിന്റെ ഏറ്റവും വലിയ പങ്ക് തന്നെ ചെലവഴിച്ചത്. ബൈബിളിൽ ഉണ്ടല്ലോ ജെറുസലേം ദേവാലയം എങ്ങനെയാണ് സോളമൻ രാജാവ് പണിയെടുപ്പിച്ചതെന്ന്. നാം ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും വലുത് തന്നെ ആയിരിക്കണം. ദൈവം സ്വീകരിക്കുന്നത് ഏറ്റവും ചെറിയതായിരിക്കും, പുൽക്കൂടായിരിക്കും, വിധവയുടെ 2 ധനാറയായിരിക്കും. പക്ഷേ മനുഷ്യൻ കൊടുക്കുന്നത് അവന്റെ പൂർണ്ണതയായിരിക്കണം. അതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് കാണുന്ന ആശയം. സോളമൻ രാജാവ് ദേവാലയം പണിതപ്പോൾ അവന്റെ കഴിവിനനുസരിച്ചുള്ള വലിയ ദേവാലയവും പണിതു. ദാവീദ് രാജാവ് ഇങ്ങനെ വിലപിച്ചു, വാഗ്ദാന പേടകം ഇരിക്കുന്നത് എത്രയോ ദരിദ്രമായ ചുറ്റുപാടിൽ ഞാൻ രാജകൊട്ടാരത്തിലാണല്ലോ വസിക്കുന്നതെന്ന് ദാവീദ് വിലപിച്ചു. ജോസഫും മറിയവും ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ വേണ്ടി കണ്ടെത്തിയത് അവരുടെ കഴിവിന്റെ ഏറ്റവും മാക്സിമം ഉള്ളൊരു സ്ഥലമാണ്. അത് കാലിത്തൊഴുത്തും ഗുഹയുമായിരിക്കും, പക്ഷെ അത് അവരുടെ ഏറ്റവും മാക്സിമം ആയിരുന്നു. വിധവ തന്റെ 2 ധനാറ നിക്ഷേപിച്ചത് അവളുടെ ഏറ്റവും കഴിവിന്റെ പരമാവധിയാണ്. അല്ലാതെ അവളുടെ കഴിവ് കുറവിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുത്തതല്ല. യേശു തന്നെ പറഞ്ഞല്ലോ അവളുടെ കഴിവ് പൂർണ്ണമായും അവൾ ഇട്ടു എന്നുള്ള കാര്യം. അപ്പൊ നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദേവാലയ നിർമ്മാണമായിക്കൊള്ളട്ടെ, ദൈവിക കാര്യങ്ങൾ കൈക്കൊള്ളട്ടെ, അതിന്റെ പൂർണ്ണതയിൽ എടുത്തു കൊടുക്കാൻ സാധിക്കണം. അത് തന്നെ ക്രിസ്ത്യാനികൾ, കത്തോലിക്കരും ഓർത്തഡോക്സരൊക്കെ ദേവാലയം പണിയുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും ചെയ്യുന്നുള്ളൂ. അതിന് ഈ പെന്തക്കോസ്ത് പാസ്റ്റർക്ക് എന്താർത്ഥ വിഷമം? പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വിഷയം ഈ വീഡിയോയിൽ തന്നെ പറയുന്നത്, കത്തോലിക്കർ കുട്ടികൾക്ക് സ്നാനം കൊടുക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്നത് വിശ്വാസ സ്നാനമാണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാനം ശിശു സ്നാനമാണ്, വിശ്വാസമില്ലാത്തതാണെന്ന്. കത്തോലിക്കർ കൊടുക്കുന്ന സ്നാനം വിശ്വാസ പ്രമാണം ഏറ്റു പറയിപ്പിച്ചിട്ട് തന്നെയാണ്. വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞൊരു സ്നാനമൊന്നും ബൈബിളിലില്ല. വിശ്വാസം ഏറ്റു പറഞ്ഞ് അവർക്ക് സ്നാനം നൽകുന്നു, ഇതാണുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സ്നാനം നൽകുന്നതിനെ പറ്റി വളരെ വ്യക്തമായി ആദിമസഭയുടെ ചരിത്രത്തിലുണ്ട്. AD 112 എഴുതപ്പെട്ട ഡിഡാക്യ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മാമോദിസ കൊടുക്കണം, തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണമോ എന്നുള്ള കാര്യം വിശദമായി എന്നുള്ള പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭയിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുത്തിരുന്നു. ആ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ കൊളോസീയത്തിൽ സിംഹങ്ങൾക്ക് മുമ്പിലേക്ക് എറിയപ്പെടുക വരെ ചെയ്തിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. പാസ്റ്റർക്ക് അറിയില്ലായിരിക്കും. 100 കൊല്ലം മുമ്പേ പെന്തക്കോസ്ത് സഭ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർക്ക് ആ ചരിത്രം അറിയില്ലായിരിക്കും. എന്നാൽ AD 112 ഈ ചരിത്രം സഭയിലുള്ളതാണ്. ശിശുക്കൾക്ക് കൊടുക്കുന്ന സ്നാനം. ഇനി ബൈബിളിൽ പറയുകയാണെങ്കിൽ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസ നിമിത്തം അവളുടെ മകളിൽ നിന്ന് പിശാചിനെ യേശു പുറത്താക്കുന്നുണ്ട്. അതുപോലെ ബാലനായ ഒരു മകന്റെ പിതാവിന്റെ വിശ്വാസ നിമിത്തം ആ പിതാവിന്റെ മകനിൽ നിന്നും പിശാചിനെ പുറത്താക്കുന്നുണ്ട്. അപ്പൊ യേശു എന്തുകൊണ്ട് അവൻ ബാലനായ പയ്യനല്ലേ, അവൻ സ്വയം വിശ്വാസമായിട്ട് പറയട്ടെ, എന്നിട്ട് ഞാൻ അവരിന്ന് പിശാചിനെ പുറത്താക്കാം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാനാൻകാരി സ്ത്രീയുടെ കുഞ്ഞിനെ കാണട്ടെ, ആ കുഞ്ഞ് വിശ്വാസം പറ്റി പറയട്ടെ, എന്നിട്ട് ആ കുഞ്ഞിൽ നിന്ന് പിശാചിനെ പുറത്താക്കാം എന്ന് എന്തുകൊണ്ട് യേശു കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞില്ല? പകരം മാതാപിതാക്കളുടെ വിശ്വാസ നിമിത്തം ആ കുട്ടികളിൽ നിന്ന് യേശു പിശാചിനെ പുറത്താക്കി. ഇതുപോലെ ഉത്ഭവപാപത്തിന്റെ പൈശാചിക പീഡയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വിശ്വാസം നിമിത്തം പിശാചിനെ പുറത്താക്കാൻ പാടില്ല എന്നാണോ ഈ പെന്തക്കോസ്ത് പാസ്റ്റർ പറയുന്നത്? വിശ്വാസ സ്നാനമാണ് ശരി എന്ന് പറയുന്ന ആ വിശ്വാസ സ്നാനം ഹെഡിങ് എവിടുന്ന വരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനീ പറയുന്നത്, ഒന്നുകിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ വിശ്വാസം എന്നത് പ്രഘോഷിക്കട്ടെ, അവരുടെ വിശ്വാസം അവർ പ്രഘോഷിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കത്തോലിക്കർ ചെയ്യുന്നത് തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് അവരുടെ സഭയെ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് തെറ്റ്. നമ്മൾ ആരെങ്കിലും പെന്തക്കോസ്ത് സഭ തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് ആളെ ചേർക്കുന്നുണ്ടോ? അപ്പൊ കത്തോലിക്ക സഭ തെറ്റാണെന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം ഇവർക്ക് സഭ സ്ഥാപിക്കാൻ, ഇവർക്ക് സഭ വലുതാക്കാൻ. എന്നിട്ട് വളരെ സുവിശേഷ വേലയാണ്.
ഈ കൂട്ടിൽ നിന്ന് എടുത്ത് ആ കൂട്ടിലേക്ക് ആളുകളെ മാറ്റുന്നതാണോ സുവിശേഷ വേല? ഇവിടെ സഹോദരങ്ങളെ, പ്രത്യേകമായി ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയുള്ള ആഭാസ പ്രസംഗങ്ങൾ നിർത്തുക, സുവിശേഷം പ്രസംഗിക്കുക. ദൈവം അനുഗ്രഹിക്കണം.